നമസ്കാരം. താഴിട്ടുപൂട്ടി അഹങ്കാരിയായ CM സേവകനെ പുലിയായി മാറിയ സിൻഹ പഴുതടച്ച് അകത്താക്കി. ADGP അജിത് കുമാറിനെതിരെ വന്നത് പഴുതടച്ച സസ്പെൻഷൻ ഉത്തരവാണ്. അജിത് കുമാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടി. മുൻ മുഖ്യമന്ത്രിയുടെ നാവായി പ്രവർത്തിച്ച പാരമ്പര്യത്തിൽ അജിത് കുമാർ സതീശനെയും പെടുത്തി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. സതീശനും രമേശനും ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. സതീശൻ്റെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയും പഴയ ഒരു കണക്ക് തീർക്കുവാനുള്ള കാത്തിരിപ്പിലായിരുന്നു. കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിച്ച് ചീറ്റപ്പുലിയായി തീർന്ന സിൻഹ ADGPക്ക് 8ൻ്റെ പണി തന്നെ കൊടുത്തു. മുൻ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന കാലത്ത് തനിക്ക് പുല്ലുവില തരാത്ത അജിത് കുമാറിനെ സർക്കാർ മാറി പുതിയ ആഭ്യന്തര സെക്രട്ടറി ഇന്ന് ചീഫ് സെക്രട്ടറിയായിട്ട് മാറിയപ്പോൾ കിട്ടിയ അവസരം വളരെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി അജിത് കുമാറിന് സസ്പെൻഷനും പിന്നെ ജയിൽവാസവും പഴുതടച്ച് തരപ്പെടുത്തി കൊടുത്തു സിൻഹ. നമുക്കറിയാം, നവകേരള സദസ് അക്രമക്കേസ് അട്ടിമറിക്കുവാൻ ADGP പദവി ദുരുപയോഗം ചെയ്തെന്ന കണ്ടെത്തലിന് പിന്നാലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ അജിത് കുമാറിനെതിരെ ഉണ്ടായത് സർക്കാരിൻ്റെ കടുപ്പിച്ച നടപടിയായിരുന്നു. വെറുമൊരു അച്ചടക്ക നടപടിയിൽ ഒതുങ്ങാതെ ക്രിമിനൽ കേസ് വരെ വരാവുന്ന തരത്തിൽ അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നിൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ്. ആഭ്യന്തര സെക്രട്ടറിയുടെ തലത്തിൽ ഒപ്പിട്ടിറക്കാമായിരുന്ന സസ്പെൻഷൻ ഉത്തരവ് എല്ലാ നിയമവശങ്ങളും ഘടനയും കൃത്യമായിട്ട് ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറി നേരിട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അജിത് കുമാറിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമക്കുരുക്കുകൾ മുറുകുമെന്ന സൂചനയാണ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഈ ഉത്തരവ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ചീഫ് സെക്രട്ടറി ആകുന്നതിന് തൊട്ട് മുമ്പ് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ച 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് വിശ്വനാഥ് സിൻഹ. എല്ലാ പോലീസുകാരും ഒരുപോലെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന കരുത്തനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കേവലം ഭരണപരമായിട്ടുള്ള മേൽനോട്ടം മാത്രമല്ല, പോലീസിൻ്റെ വീഴ്ചകളിൽ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങളും തിരുത്തലുകളും നൽകാൻ അദ്ദേഹം മടിച്ചിരുന്നില്ല. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിശ്വനാഥ് സിൻഹയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ അന്നത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP അജിത് കുമാർ മാത്രം ഇതിനെയെല്ലാം തള്ളിപ്പറയുന്ന സമീപനമാണ് അന്ന് സ്വീകരിച്ചിരുന്നത്. ഞാൻ CMനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങളെയും ചോദ്യങ്ങളെയും സ്ഥിരമായിട്ട് ഒഴിവാക്കുമായിരുന്നു ഈ അജിത് കുമാർ. അതായിരുന്നു അയാളുടെ ശൈലി. അതായത് അന്നത്തെ CM ആരാണ്? പിണറായി വിജയൻ. CMുമായിട്ട് അത്ര വലിയ ബന്ധമുള്ള ആളായിരുന്നു അജിത് കുമാർ എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പഴയ ഭരണതലത്തിൽ അജിത് കുമാറിനുണ്ടായിരുന്ന സ്വാധീനം പിന്നീട് മാറിയ രാഷ്ട്രീയ സാഹചര്യം വന്നതോടെ പൂർണ്ണമായിട്ട് ഇല്ലാതായി. ഭരണപരമായ തലപ്പത്ത് വലിയ മാറ്റങ്ങൾ വന്നതോടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തുകയും അജിത് കുമാർ കാണിച്ച അമിതാധികാര പ്രയോഗങ്ങൾക്കും തന്നിഷ്ടങ്ങൾക്കും പൂട്ടാൻ വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി കസേരയിൽ എത്തിയതോടെ അവസരമൊരുക്കുകയും ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ പൊതുവെ സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ചേർത്ത് പിടിക്കുന്ന നിലപാടുള്ള വ്യക്തിയാണ്. അജിത് കുമാറിൻ്റെ കാര്യത്തിലും പോലീസിനുള്ളിൽ നിന്ന് കടുത്ത നടപടികളിലേക്ക് കടക്കാതെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിലും ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ നിലപാടാണ് അന്തിമമായി നിർണായകമായത്. അജിത് കുമാറിനെതിരെ വരും തലമുറയ്ക്കുള്ള മുന്നറിയിപ്പായി നടപടി മാറണമെന്നും ഉത്തരവിലെ ഓരോ പോയിന്റും ഭാവിയിലെ നിയമ പോരാട്ടങ്ങളിൽ സർക്കാരിന് മേൽക്കൈ നൽകുന്നതാണ് എന്നും വിശ്വനാഥ് സിൻഹ നിർബന്ധം പിടിച്ചു. സാധാരണഗതിയിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷൻ ഉത്തരവുകളിൽ ആഭ്യന്തര സെക്രട്ടറി ഒപ്പിട്ടാൽ മതിയാകും എന്നതാണ്. എന്നാൽ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സാധാരണ കീഴ്വഴക്കങ്ങൾ മാറ്റി നിർത്തി പൊതുഭരണ വകുപ്പ് വഴി ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ നേരിട്ട് ഒപ്പിട്ടാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത്. കേസിൽ തെളിവുകൾ ഇല്ലാതാക്കാൻ അജിത് കുമാർ നടത്തിയ നീക്കങ്ങളും കീഴുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കേസ് ഡയറി മാറ്റിയഴിച്ചതും റഫർ റിപ്പോർട്ട് നൽകാൻ വഴിവിട്ട സമ്മർദ്ദം ചെലുത്തിയതും ഉത്തരവിൽ അതീവ ഗൗരവത്തോടെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ CRPC സെക്ഷൻ 36 പ്രകാരം അന്വേഷണത്തിൽ ഇടപെടാൻ അധികാരമുണ്ട് എന്ന അജിത് കുമാറിൻ്റെ വാദത്തെ ഉത്തരവിൽ പൂർണ്ണമായും പൊളിച്ചടുക്കുന്നുണ്ട്. ഈ അധികാരം നീതി നടപ്പാക്കാനാണ് ഉപയോഗിക്കേണ്ടത് എന്നും പ്രതികളെ രക്ഷിക്കാനും ഇരകൾക്ക് നീതി നിഷേധിക്കാനുമല്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുമുണ്ട്. അജിത് കുമാർ ഉന്നയിച്ച തടസ്സവാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് കടുകട്ടി ഭാഷയിലാണ് സർക്കാരിൻ്റെ ഉത്തരവ് തയ്യാറാക്കിയിരിക്കുന്നത്. ബെവ്കോ CMD പദവിയിലിരിക്കെയാണ് അജിത് കുമാർ ഇപ്പോൾ സസ്പെൻഷനിലാകുന്നത്. നവകേരള സദസ് കേസിലെ അട്ടിമറിക്ക് പുറമെ ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ മുൻ DYSP അബ്ദുൾ റഹീം നൽകിയ മൊഴിയും അജിത് കുമാറിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. സഹപ്രവർത്തകനായ ADGP P വിജയനെ കള്ളക്കേസിൽ കൊടുക്കുവാൻ വ്യാജരേഖ ചമയ്ക്കുകയും കീഴുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന വെളിപ്പെടുത്തൽ ക്രിമിനൽ ഗൂഢാലോചന കേസുകളിലേക്ക് വഴി തുറക്കുകയാണ്. IPS തലപ്പത്ത് തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് എന്ത് അട്ടിമറിയും നടത്താമെന്ന ചില ഉദ്യോഗസ്ഥരുടെ ചിന്തകൾക്ക് വിശ്വനാഥ് സിൻഹ എന്ന ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഭരണ സംവിധാനത്തിൻ്റെ സുതാര്യത ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറി എടുത്ത ഈ കടുത്ത നിലപാട് ആഭ്യന്തര വകുപ്പിലും പോലീസ് ആസ്ഥാനത്തും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. അജിത് കുമാറിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുവാനും സമഗ്രമായിട്ടുള്ള പുനരന്വേഷണങ്ങൾക്ക് ഉത്തരവിടുവാനും സാധ്യത ഏറെയാണ്. അങ്ങനെ ADGP അജിത് കുമാറിനെതിരെ വന്നത് പഴുതടച്ച സസ്പെൻഷൻ ഉത്തരവാണ് എന്ന് മനസ്സിലായല്ലോ.
അജിത് കുമാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നടപടി. മുൻ മുഖ്യമന്ത്രിയുടെ നാവായിട്ട് പ്രവർത്തിച്ച പാരമ്പര്യത്തിൽ അജിത് കുമാർ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സതീശനെയും അങ്ങനെ ആ തരത്തിൽ ആ ഗണത്തിൽപ്പെടുത്തി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവിടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒരവസരം കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോയത്. സതീശൻ്റെ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും പഴയ ഒരു കണക്ക് തീർക്കുവാനുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നുള്ള കാര്യം അജിത് കുമാറും മറന്നുപോയി. കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിച്ച് ചീറ്റപ്പുലിയായി തീർന്ന സിൻഹ ADGPക്ക് 8ന്റെ പണി തന്നെ കൊടുത്തു. താഴിട്ട് പൂട്ടി അഹങ്കാരിയായ പഴയ മുഖ്യമന്ത്രിയുടെ സേവകനെ പുലിയായി മാറിയ സിൻഹ പഴുതടച്ച് അജിത് കുമാറിനെ അകത്താക്കുകയും ചെയ്തു.